ഹലോ എവരിവൺ. നൈസ് കുറച്ച് ദിവസമേ അപ്പം കഴിക്കാനുള്ള ആഗ്രഹം പറയുന്നുണ്ട്. സാധാ ദിവസങ്ങളിൽ അപ്പവും കറിയും ഉണ്ടാക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പം ഉണ്ടാക്കാനായി തീരുമാനിച്ചു. കൂടെ അച്ചമ്മയുടെ സ്പെഷ്യൽ മുട്ടക്കറി. കുറച്ചധികം സവാള വേണം. ഇതിപ്പോൾ 1 കിലോ അടുപ്പിച്ചുണ്ട്. സവാള തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഞാനും അച്ചമ്മയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി. അതിനിടയിൽ അച്ചമ്മ പറയുകയാണ്, ഇഡലിയും ദോശയും കഴിഞ്ഞാൽ ഇവിടുത്തെ അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട കോമ്പിനേഷനായിരുന്നു അപ്പവും ഈ മുട്ടക്കറിയും എന്ന്. അരിഞ്ഞ സവാള ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്തു. ഇതാണ് ആ പരുവം. അതിനിടയിൽ 3 കോഴിമുട്ടയും 3 താറാമുട്ടയും ആവശ്യത്തിന് വിനെഗരിയും ഉപ്പും ചേർത്ത് കുക്കറിൽ പുഴുങ്ങാനായി വെച്ചു. കണ്ണെരിഞ്ഞിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അച്ചമ്മയാകട്ടെ കൂളായി നിൽക്കുന്നു. മിക്സിയിൽ അടിച്ചെടുത്ത സവാള നല്ലപോലെ വഴറ്റിയെടുക്കണം. വഴറ്റി തുടങ്ങുന്നതിന് മുൻപ് 3-4 ഏലക്കയും ഗ്രാമ്പും 2 പച്ചമുളകും കീറിയിടുക. ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റണം. കുറച്ചു ക്ഷമ വേണം. തിളച്ചു തുടങ്ങുമ്പോൾ തെറിച്ച് വീഴാനുള്ള സാധ്യതയുള്ളതിനാൽ അല്പനേരം അടച്ചു വെച്ച് വേവിക്കുക. അപ്പോഴേക്കും സവാളയിലെ വെള്ളം കുറച്ച് പറ്റും. തലേന്ന് അരച്ച് വെച്ച മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ അപ്പം ചുട്ടു തുടങ്ങി. അപ്പം നല്ല മൃദുവായി കിട്ടിയിട്ടുണ്ട്. ചെറിയ ബ്രൗൺ നിറമാകുമ്പോൾ എരിവിനാവശ്യമായ മുളക് പൊടി ചെറിയൊരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കലക്കി ഒഴിക്കുക. കട്ട പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വേപ്പില ഇടാതെ നമുക്കെന്ത് കറി. വഴറ്റുന്നതിനിടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്പാൽപ്പം ചേർക്കുന്നത് നല്ലതാണ്. അവസാനം പുഴുങ്ങിയ മുട്ട ചെറുതായി വരഞ്ഞ് വഴറ്റിയ സവാളയുടെ മുകളിൽ വെച്ചാൽ സ്പെഷ്യൽ മുട്ടക്കറി റെഡി. കൂട്ടത്തിൽ ചായയും തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. എരിവ് കുറവായതിനാൽ വീര് കഴിക്കുന്നുണ്ട്. അപ്പം നൈസൂന് ഭയങ്കര ഇഷ്ടമാണ്. കൂടെ ഈ കറിയും കൂടെ ആണെങ്കിൽ അവൾ 1 അല്ല 2 അപ്പം കഴിക്കും. അച്ചമ്മയും ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ചേട്ടന് ഈ കറി പണ്ടേ ഇഷ്ടമാണ്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു വെറൈറ്റി കാണുന്നത് തന്നെ. ഈ മുട്ടക്കറി കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ഇടണേ. അല്ലാത്തവർ ഉണ്ടാക്കി ട്രൈ ചെയ്യണം. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. എങ്കിൽ ശുഭം. വീണ്ടും കാണാം അടുത്ത വിശേഷങ്ങളുമായി.